കഴിഞ്ഞ ദിവസത്തോടെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ കൊട്ടിക്കലാശത്തിൽ ആവേശം അണപൊട്ടുകയായിരുന്നു. പ്രിയങ്ക ഗാന്ധിക്കൊപ്പം രാഹുൽ ഗാന്ധിയും കൊട്ടിക്കലാശത്തിൽ എത്തിയിരുന്നു. അതോടെയാണ് പ്രവർത്തകർ ആവേശ കൊടുമുടിയിലെത്തിയത്. കോരിച്ചൊരിയുന്ന മഴ പലപ്പോഴും വില്ലനാകാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പ്രിയങ്കയും രാഹുലും മഴയെപ്പോലും വകവെക്കാതെ പ്രവർത്തകർക്കൊപ്പം പങ്കുചേർന്നപ്പോൾ വയനാട് അക്ഷരാർത്ഥത്തിൽ ത്രിവർണ്ണ കടലായി മാറി. ആ വീഡിയോ ദൃശ്യത്തിലേക്ക്.
ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നതിനുള്ള സന്ദേശം നൽകണമെന്നാണ് ബന്ധപ്പെട്ട സഹോദരി സഹോദരന്മാർ. എല്ലാ ജനാധിപത്യ വിശ്വാസത്തോടും ബന്ധപ്പെടാനുള്ള എല്ലാ വോട്ടർമാരും കൃത്യമായി അഭ്യർത്ഥിക്കാറുണ്ട്. കഴിഞ്ഞ 8 വർഷക്കാലമായി 8 വർഷക്കാലമായി അഴിമതിയും ധനികാരത്തിനും മാത്രം മുഖമുദ്രയാക്കിയ ഒരു ഇടതുപക്ഷ ഭരണമുള്ള നടക്കും. ഭരണത്തലവനായിട്ടുള്ള മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിന്റെ ഓഫീസ്, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദ്ധതി ഇതെല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ട് കടുത്ത അക്രമമാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന് എത്രയോ വട്ടം നമ്മൾ കണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരയായ സ്ഥാനാർത്ഥി ശ്രീമതി പ്രിയങ്ക ഗാന്ധി, പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി പ്രിയമുള്ളവരെ ഈ വേദിയിലേക്ക് കൊണ്ടുവരികയാണ്. അവർ നയിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് നടന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി പ്രിയങ്കരയായ പ്രിയങ്ക ഗാന്ധി സ്വാഗതം ചെയ്യാൻ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3,60,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വയനാട്ടിലെ ജനങ്ങൾ, വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചത്. റായ്ബറേലിയിൽ അദ്ദേഹം 3,80,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയുണ്ടായി. ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ആഗ്രഹം വയനാടിന്റെ പ്രതിനിധിയായി തുടരണമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഒരു തീരുമാനം വന്നപ്പോൾ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തിക്കൊണ്ട് പ്രിയമുള്ളവരെ മുന്നോട്ട് പോകണമെന്നുള്ള തീരുമാനം വന്നപ്പോൾ അത് ശിരസാ വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ സ്വന്തം സഹോദരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും പൈതൃകമുള്ള ശ്രീമതി സോണിയാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും പൈതൃകമുള്ള പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെയുള്ള പ്രിയപ്പെട്ട നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള സ്ഥാനാർത്ഥി, എല്ലാവരും വലിയ പ്രതീക്ഷയോട് കൂടി വെച്ചു നോക്കുന്ന പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയാണ്. തന്റെ സഹോദരൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യ ബ്ലോക്കിന്റെ സമന്വിതനായിട്ടുള്ള നേതാവ്, അദ്ദേഹത്തോടൊപ്പം മറ്റ് നമ്മുടെ നേതാക്കന്മാരെല്ലാവരുടെ ഒപ്പം ചേർന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഈ നേതാക്കന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെയും പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയോടൊപ്പം ഐക്യജനാധിപത്യ മുന്നണിയുടെ വീട്ടിലമായ നിലനിർമ്മാണിയുടെ മണ്ണിലെ
രാഹുൽ ഗാന്ധിയുടെ കവിത ഈ വേദിയിൽ കടന്നുവരുന്നു. തിരുവമ്പാടിയുടെ മണ്ണിലേക്ക് രാഹുൽ ഗാന്ധിയുടെ അകമ്പടിയോടുകൂടി ജീവിതത്തെ ഊർമാനിന്റെ അകമ്പടിയോടുകൂടി ഇതാ നമ്മൾ കരുതയായി അതേ നിലവാരത്തിന്റെ കാവൽക്കാരി ശ്രീമതി പ്രിയങ്കാ ഗാന്ധി തിരുവമ്പാടിയുടെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരി, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ കാവൽക്കാരി ശ്രീമതി പ്രിയങ്കാ ഗാന്ധി സർവകാലം പ്രചരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വയനാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം തന്റെ സ്വന്തം സഹോദരനായ രാഹുൽ ഗാന്ധിയെ കരുത്ത് വെട്ടിക്കൊണ്ട് ഇതാ ഈ തെരഞ്ഞെടുപ്പിൽ വൻഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുമെന്ന് തിരുവമ്പാടിയെ ജനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അതിലോകത്തിൽ ഇതാ സ്വന്തം സഹോദരനായ രാഹുൽ ഗാന്ധിയോടൊപ്പം കേരളത്തിന്റെ അഭിമാനമായ ശ്രീ വേണുഗോപാലിനോടൊപ്പം ഇതാ പ്രിയപ്പെട്ടവരെ ഈ വേദിയിലേക്ക് പ്രിയങ്കാ ഗാന്ധി ഇതാ കടന്നു വരികയാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനാധിപത്യ വിശ്വാസികളെ അനുഗ്രഹങ്ങളേക്ക് വാങ്ങിക്കൊണ്ട് ഇതാ ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം ശ്രീ വേണുഗോപാലിനോടൊപ്പം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനോടൊപ്പം ഇതാ ഈ തിരുവമ്പാടിയുടെ മണ്ണിനെ സാക്ഷ്യമാക്കിക്കൊണ്ട് ഇതാ ഈ വേദിയെ കടന്നു വരികയാണ്. പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം ശ്രീ വേണുഗോപാലിനോടൊപ്പം പ്രിയപ്പെട്ടവരെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനോടൊപ്പം ഈ മണ്ണിനെ ആവേശത്തിരകളിലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ പ്രിയത്രി മതേതരത്വത്തിന്റെ കാവൽക്കാരി ശ്രീമതി പ്രിയങ്കാ ഗാന്ധി ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. തിരുവമ്പാടിയുടെ മണ്ണിനെ സാക്ഷ്യമാക്കിക്കൊണ്ട് ശ്രീമതി ഇന്ദിരാ ഗാന്ധിക്ക് മുഖ്യമന്ത്രി പ്രിയങ്കാ ഗാന്ധിക്ക് സർവകാല ഭൂരിപക്ഷം നൽകുമെന്ന് അതേതര വിശ്വാസികൾ ഇതാ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. തിരുവമ്പാടിയുടെ മണ്ണിലേക്ക് പ്രിയപ്പെട്ട നേതാവ് പ്രിയങ്കാ ഗാന്ധി സിന്ദാബാദ്, പ്രിയങ്കാ ഗാന്ധി സിന്ദാബാദ്, പ്രിയങ്കാ ഗാന്ധി സ്ഥിതി, പ്രിയങ്കാ ഗാന്ധി സത്യപ്രഭ പ്രവർത്തി, പ്രിയങ്കാ ഗാന്ധി symbol of secularism and he is the face of that. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ സമാപനം കുറിക്കുന്ന അത്യുജ്വല പ്രകടനമാണ് ഐക്യജനാധിപത്യ മുന്നണി ഇന്നിവിടെ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം 2019 വയനാട്ടിലേക്ക് വന്നു കണ്ടു കീഴടക്കി എന്ന രീതിയിൽ വയനാടിന്റെ മനസ്സ് കവർന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായി നിൽക്കുന്ന അവസരമാണ്.